ചെറിയ ചെറിയൊരു കഷ്ണം കാവത്ത് കിഴങ്ങ് കിട്ടിയാണ് കഴിഞ്ഞ വർഷം. ഞാനിപ്പോൾ ചാക്കിൽ കരിയിലയും മണ്ണും മറ്റേ ചാരവും ചകിരിച്ചോറൊക്കെ കൂടി നിറച്ചിട്ട് വെച്ചതാണ്. ഉണ്ടാവുമോ നോക്കട്ടെ വേണ്ടിട്ട് കൊട്ടുകയാണ്. കൊട്ടി നോക്കട്ടെ ഉണ്ടായിട്ടുണ്ട് എന്തോ. താഴത്തൊന്നും വയ്ക്കാൻ പറ്റണില്ല, പന്നിൻ്റെയും കോഴിൻ്റെയും ശല്യം. കോഴീൻ്റെ എനക്കും പന്നിയും കൊണ്ടുപോകും പെരിച്ചാതിയും കൊണ്ടുപോകും. അപ്പോൾ ചാക്കിലാക്കിയിട്ട് വെച്ച് നോക്കിയതാണ്. പിടിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലമുള്ളൂ. 4 സെൻറ്റ് സ്ഥലത്തിന് വീടും കിണർ തൊഴുത്ത് പറഞ്ഞ പോലെ വണ്ടിയൊക്കെ നിൽക്കുന്നത്. എന്നാലും ഞങ്ങൾ അത്യാവശ്യം പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങാണ്ട് തിരിയൊക്കെ ഇങ്ങനെ വെച്ചുണ്ടാക്കുകയാണ്. സമയവും പോണ്ടേ അതുകൊണ്ട് പിടിച്ചിട്ട് തോന്നും. ചാക്കൊക്കെ നല്ല കനങ്ങുണ്ട്. കുഴപ്പമില്ലാണ്ടുണ്ടായിട്ടുണ്ട് കാലത്ത് കിഴങ്ങ്. ഇപ്പം എന്താണ് ഏകാദശിയൊക്കെ അല്ലേ, ഏകാദശിയായിട്ടും തിരുവാതിരയായിട്ടൊക്കെ ഇതാണ് ആൾക്കാർ കഴിക്കുക. കുഴപ്പമില്ലാണ്ടുണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ചാക്കിലിപ്പോൾ ഇത്രയൊക്കെ വരും വിചാരിച്ചില്ല. നിലത്തൊക്കെ വെച്ച് പറഞ്ഞാൽ ഇതിനേക്കാളുണ്ടാവും. പക്ഷേ അതൊക്കെ കളച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല വെള്ളം ഒഴിച്ച് ബുദ്ധിമുട്ടി എടുക്കണം. ഇതാകുമ്പോൾ ചാക്കിലാകുമ്പോൾ ചാക്കോടും കൂടെ കൊടുക്കാമല്ലോ. കുഴപ്പമൊന്നുമില്ല. കിഴങ്ങൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതാ ഉണ്ട്. ചാക്കിനെ അങ്ങനെ ഇറുക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ചെറിയ 2 കഷ്ണം വെച്ചാണ്. ചെറുത് ഉണ്ടാകുമോ നോക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം എന്താണ്ട് കുമ്പളങ്ങ ഉണ്ടായിരിക്കണം കേട്ടോ. കേട്ടോ കുമ്പളങ്ങ കിടക്കുന്നത് കിണറ്റിൻ്റെ മോട്ടറിൻ്റെ അടുക്കിലെ കുമ്പളങ്ങ വന്ന് കിടക്കുന്നതാണ്. അത്യാവശ്യം ഇതാ ഉണ്ട്, കുഴപ്പമില്ല. 10 കിലോ ഉണ്ടായിരുന്നു. 2 കിലോ ഞാനെടുത്തു, വീട്ടിൽ വെച്ചിത്തിരി. ബാക്കി കടയിൽ കൊണ്ട് കൊടുത്തു. 8 കിലോ കടയിൽ കൊടുത്തു. കടയിൽ അവർ വിൽക്കണം എന്ത് വിലയ്ക്കാണെന്ന് അറിയില്ല. 30 രൂപയിട്ട് ഞാൻ വാങ്ങിച്ചു. അവർക്കൊരു ലാഭം വേണ്ടേ, അതുകൊണ്ട്. ഒരു ചെറിയ ഉള്ളി, വലിയ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ വാങ്ങിയിട്ട് വന്നു. അതൊക്കെയാണ് വാങ്ങിക്കേണ്ടത്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. ബാക്കിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും 2 തുണ്ടൊന്ന് എടുത്തിട്ട് തലിൻ്റെ ഭാഗം, വേരുള്ള ഭാഗം 2 എടുത്തിട്ട് വീണ്ടും അതേപോലെ ആ ചാക്കി തന്നെ കരിയിലയും ചപ്പലും ചാരമൊക്കെ കൊട്ടിയിട്ട് വെക്കണം. അപ്പം പിന്നെ അടുത്ത വർഷത്തേക്ക് ആകുമല്ലോ. അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞാൽ നമുക്ക് സമയവും പോവും, നമ്മുടെ ചിലവും കഴിയും. ഇപ്പോൾ നമ്മൾ കാവത്ത് കാശ് കൊടുത്ത് വാങ്ങിച്ച് വെക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായപ്പോൾ നമുക്കൊരു കഷ്ണം എടുത്ത് വയ്ക്കാമല്ലോ. അതേപോലെ വീണ്ടും ചാക്കിൽ അതേപോലെയൊക്കെ നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങൻ്റെ ചകിരി ചോറും മുറ്റമടിക്കുമ്പോൾ വീണ ചപ്പലുകളൊക്കെ ഇട്ടിട്ട് നമ്മുടെ അടുപ്പിൽ നിന്ന് വാരുന്ന ചാരം വെണ്ണീറും ഒക്കെ ഇടുക തന്നെ. അത്യാവശ്യം നല്ല വേനൽക്കാലം ആകുമ്പോഴത്തേന് നനച്ച് കൊടുക്കും. ഇപ്പോൾ ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ലാണ്ട് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതുപോലെ ചേമ്പ് കിഴങ്ങ് കിട്ടി. 2-3 പ്രാവശ്യം വെക്കാൻ കിട്ടി ചേമ്പ് കിഴങ്ങ്. കപ്പയും കിട്ടി. കപ്പയും ഒരിക്കൽ 2 പ്രാവശ്യം പുഴുങ്ങാൻ കിട്ടി. ഈ സാധനങ്ങളൊക്കെ വേസ്റ്റായിട്ട് നമ്മൾ മുറ്റം അടിച്ചിട്ട് അവിടെയും ഇവിടെയും കൂടെ കൊട്ടാടും കഴിഞ്ഞു. അതൊക്കെ ചാക്കിലായി വൃത്തിയായിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുകയും ചെയ്യുക.